ഓണത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് ചിരിച്ച് ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണത്. ഭയങ്കരമായിട്ട് ലാജിക്കലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, വരുക എൻജോയ് ചെയ്യുക പോവുക. ഒമർ ലുലുവിന്റെ ഒരു ഫൺ മൂവി നന്നായിരുന്നു. തിയേറ്ററിൽ ബാഡ് ബോയ്സ് കാണാൻ വരുന്ന ആരും നിരാശപ്പെടില്ല. അടിപൊളി പടം. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുള്ള കാര്യം എപ്പോഴാണ് കാണുമ്പോഴാണ്, ഒരു സ്ട്രെച്ചിൽ കാണുമ്പോഴാണ് അറിയുന്നത്. സോ വളരെ വളരെ ഹാപ്പിയാണ്. ഹാപ്പി ഓണം. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്നിരിക്കുന്ന ടീമാണ് ടീമേ. ഇവിടുത്തെ കിടലൻ ടീമാണ് ബാഡ് ബോയ്സ്. ഈ സിനിമയുടെ എല്ലാ ക്രെഡിറ്റും ഹോമറിനും. ഇത് നമ്മുടെ ടീമിന്റെ ആണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ട ഫൈറ്റ് ആണെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ, ആകെ കുറച്ച് ദിവസം കൊണ്ടൊക്കെ ചെയ്ത സിനിമയാണ്. പക്ഷെ എല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് അവസാനിക്കാനും പറ്റിയത്. ഒരു രക്ഷയില്ല, സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ സിനിമ വന്നിരിക്കുകയാണ്. ബ്ലോക്ക് ബസ്റ്റർ ഓണം തൂക്കി, ഒരു രക്ഷയില്ല. ബാഡ് ബോയ്സ് കൊണ്ടുപോയിരിക്കുകയാണ്. ഓണം ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. അടിപൊളിയാണ്. ഗംഭീരം. വളരെ വ്യത്യസ്തമായ പടമാണ്. വളരെ എന്റർടൈൻമെന്റ് ആണ്. സമയം പോയത് അറിഞ്ഞില്ല. റഹ്മാൻ സൂപ്പറായി. ഇത്രയും ബഹളമൊക്കെ കണ്ടല്ലേ കേരളത്തിൽ, എന്തൊക്കെ ടെൻഷൻ, എന്തൊക്കെ കാര്യങ്ങൾ അല്ലേ. വയനാടായാലും ലാൻഡ് സ്ലൈഡ് ആയാലും പിന്നെ സിനിമയിൽ തന്നെ എത്രയോ കാര്യങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ഉമർ ലുലു പടം ഒരു ഓണം ഫെസ്റ്റിവൽ, എല്ലാവരുടെയും മനസ്സിന് ഒരു ചേഞ്ച് ഓവറായിരിക്കും. ഈ ബേസിക്കലി ഈ പടം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലാജിക്കലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, വരുക എൻജോയ് ചെയ്യുക പോവുക. അടിപൊളി മ്യൂസിക്, പാട്ട്, ഫൈറ്റ്, കോമഡി എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞെങ്കിൽ റഹ്മാനിക്ക, ഞാനൊരു 3 സീനിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ 3 സീനിലും നല്ല നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട്. ആണല്ലേ? ആ 3 സീൻ ഇഷ്ടപ്പെട്ടാ? അത് കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ഒരു ചിരിയുണ്ട്, എല്ലാവർക്കും ഒരു ബഹളമുണ്ട്, ഒരു എന്റർടൈൻമെന്റ്. അടിപൊളിയുണ്ട്. നിങ്ങളുണ്ടോ? ഫൺ മൂവി അടിപൊളി. അതെ അടിപൊളിയായിരുന്നു. നല്ലൊരു ഫൺ എന്റർടൈൻമെന്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഒമർ ലുലുവിന്റെ ഒരു ഫൺ മൂവി നന്നായിരുന്നു. എല്ലാവർക്കും ഹാപ്പിയാണ്, എല്ലാവരും ഇഷ്ടമായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ട് എല്ലാവരും നല്ല റീച്ചിൽ എത്തിക്കുക, എല്ലാവരോടും കാണാൻ പറയാ. നിങ്ങളല്ലേ പറയണ്ടേ? പ്രേക്ഷകരോ ആഘോഷിച്ചു. ഓണം എടുത്തില്ലേ? ഓണം തൂക്കിയില്ലേ? ഓണത്തിന്റെ ഫെസ്റ്റിവൽ പടമാണ്. എല്ലാ വിഭാഗത്തിനും ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ്. അത് പ്രേക്ഷകരൊപ്പം ഇരുന്ന് തന്നെ കണ്ടപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫീല് കിട്ടി എന്നുള്ളതാണ്. ഡാൻസും പാട്ടും ബഹളവും എല്ലാം കൂടി ചേർന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ല, ഞാൻ പറഞ്ഞില്ലേ? അത് കറക്റ്റ് അല്ലേ? അതാ പറഞ്ഞു. അതാ പറഞ്ഞ റീവൈൻഡ്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം റീവൈൻഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. കറക്റ്റ് ആയിരിക്കും. അടിപൊളിയായ സിനിമ, എല്ലാവരും കാണണം. നമ്മുടെ ബാഡ് ബോയ്സ് വർക്കൗട്ടായിട്ടുണ്ട്. കോമഡി രണ്ട് മാസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓണത്തിനൊരു സദ്യ തന്നെയാണ്. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്നിരിക്കുന്ന ടീമാണ് ടീമേ. ഇവിടുത്തെ കിടലൻ ടീമാണ് ബാഡ് ബോയ്സ്. എനിക്ക് വളരെ ഭയങ്കര, ഞാൻ ഒരുപാട് ചിരിച്ചു സിനിമ കണ്ടിട്ട്. മീൻസ് അത്രയും നേരം ചിരിക്കാൻ കഴിഞ്ഞല്ലോ, നല്ല സന്തോഷം തന്നു. ഇതിൻ്റെ ഔട്ട്കം ഐ എം വെരി ഹാപ്പി. അടിപൊളിയാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ചിരിക്കാനും ഇമോഷനും എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. തിരിച്ചും കാണണം. ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ളത്, നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുള്ള കാര്യം എപ്പോഴാണ് കാണുമ്പോഴാണ്, ഒരു സ്ട്രെച്ചിൽ കാണുമ്പോഴാണ് അറിയുന്നത്. സോ വളരെ വളരെ ഹാപ്പിയാണ്. ഹാപ്പി ഓണം. അതെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോമഡി പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു. സിനിമയേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് പ്രേക്ഷകരുടെ ഒരു റിയാക്ഷൻസ് ആണ്. എല്ലാവരും ഒരുപാട് ചിരിക്കുന്നതും കൈയടിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോരോ സീൻ ബൈ സീൻ, തുടക്കം തൊട്ട് ഒടുക്കം വരെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഒരു റിയാക്ഷൻസ് ത്രൂ ഔട്ട് നിലനിന്ന് പോയി. എല്ലാവരും, കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും വന്ന് ബാഡ് ബോയ്സ് ഏറ്റെടുക്കണം എന്നാണ് ആഗ്രഹം. മാസ് എന്റർടൈനറാണ്. മേക്കിംഗ് അടിപൊളി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി, എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്.
എന്തായാലും ഈ ഓണത്തിന് തിയേറ്ററിൽ ബാഡ് ബോയ്സ് കാണാൻ വരുന്ന ആരും നിരാശപ്പെടില്ല. അടിപൊളി പടം. റഹ്മാനിക്കയുടെ ശരിക്കും ഒരു രണ്ടാം തിരിച്ചുവരവാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു റഹ്മാനിക്ക. അടിപൊളി പടമാണ്. എന്തായാലും റഹ്മാനിക്കയുടെ അഭിനയം അടിപൊളി, കോമഡി എല്ലാം ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ റഹ്മാനിക്കനെ സ്ക്രീനിൽ കണ്ട ഒരു ക്യാരക്ടറേ അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് നന്നായിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ റഹ്മാനിക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളെ മനസ്സിലായോ? ആ പ്രൊഡ്യൂസർ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് അഭിനന്ദിക്കേണ്ട പ്രൊഡ്യൂസറാണ് മിസ്റ്റർ എബ്രഹാം ആൻഡ് മിസ്റ്റർ എബ്രഹാം. അവർ നല്ല രീതിയിൽ ഈ സിഫാനത്തിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഫുൾ ഓൺ കൂട്ടിൽ നിന്ന് ഓണത്തിന് തന്നെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞ് റിലീസ് ചെയ്തു. സോ വെരി ഹാപ്പി, വെരി ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആകുകയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അതെ അതെ, നന്നായിട്ടുണ്ടോ? അടിപൊളിയായി. അതെ, കുഴപ്പമില്ല, ചെയ്യാൻ ശ്രമിച്ചു. നന്നായിട്ടില്ലേ? അതെ, തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത് നിറഞ്ഞതിൽ വളരെ സന്തോഷം.